ശബരിമല ശാസ്താവിനെ വിറ്റ് വോട്ട് നേടാൻ അമിത്ഷാജി നേരിട്ട് കേരളത്തിൽ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ശബരിമല ശാസ്താവിനെ എങ്ങനെയാണ് അമിത്ഷാജി വിൽക്കുക എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ജനുവരി അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ ഭാഗത്തോടു കൂടിയോ സംസ്ഥാനത്തെ മിക്കവാറും സ്ഥാനാർത്ഥികളെ BJP നിശ്ചയിക്കുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പറഞ്ഞത്. അതിനൊപ്പം അദ്ദേഹം ചില വാചകങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതായത് ഭക്തന്റെ ഏറ്റവും വലിയ വിശ്വാസ സ്ഥാപനങ്ങളായ അല്ലെങ്കിൽ സ്ഥലങ്ങളായ അമ്പലങ്ങളിലെ സ്വത്ത് സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സർക്കാരിന് എങ്ങനെ ജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് അമിത്ഷായുടെ ചോദ്യം. അദ്ദേഹം അതിന് ചില കാര്യങ്ങളൊക്കെ ഉദാഹരിക്കുന്നുണ്ട്. BJPക്ക് വോട്ട് ലഭിക്കില്ല എന്നായിരുന്നു ഇതുവരെയുള്ള വിലയിരുത്തൽ. കേരളത്തിൽ BJPക്ക് വോട്ട് ലഭിക്കില്ല എന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ തൃശ്ശൂരിൽ MP ഉണ്ടായി, തിരുവനന്തപുരത്ത് മേയർ ഉണ്ടായി. വോട്ട് ഷെയർ 2011 14% 2021 ആകുമ്പോഴേക്കും 20% വർദ്ധിച്ചു. അത് 2026 ആകുമ്പോഴേക്കും 30 അല്ലെങ്കിൽ 40% വർദ്ധിക്കും എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. ഈ കണക്കുകൂട്ടലിനൊന്നും ഒരു പ്രശ്നവും പറയില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെ മനക്കണക്കുകളൊക്കെ കൂട്ടാറുണ്ട്. അവരവരുടെ വോട്ട് വിഹിതം കൂട്ടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ഇടപെടലുകളൊക്കെ സമൂഹത്തിൽ നടത്താറുമുണ്ട്, ഇടതുമുന്നണിയായാലും വലതുമുന്നണിയായാലും. പക്ഷേ BJP ചെയ്യുന്നത് വർഗീയ അജണ്ടയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഭൂരിപക്ഷ വർഗീയത എന്ന ഇതിനെ വേണമെങ്കിൽ വിളിക്കാം, വേണമെങ്കിൽ നല്ല അങ്ങനെ തന്നെ വിളിക്കണം, ഭക്തിയെ കച്ചവടവൽക്കരിക്കുക, ശബരിമല ശാസ്താവിനെ തെരുവിലിറക്കി വോട്ട് പിടിക്കുക. ഈ ഒരു തന്ത്രമല്ലാതെ മറ്റ് യാതൊന്നും ഈ BJP നേതാക്കൾക്ക് പറയാനില്ലേ എന്നതാണ് വലിയ അതിശയം. മറ്റ് കാര്യങ്ങളൊന്നും പറയാനില്ല. ഏത് രാഷ്ട്രീയ വിഷയമെടുത്താലും അവർ ചെന്ന് നിൽക്കുന്നത് ഭക്തിയിലും വർഗീയതയിലുമാണ്. ഈ വർഗീയതയെ കേരളത്തിലെ ജനങ്ങൾ ആവോളം പിന്താങ്ങി തുടങ്ങി അല്ലെങ്കിൽ പിന്താങ്ങുന്നു എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. നമുക്കറിയാം ഉത്തരേന്ത്യയിൽ നടക്കുന്നത്, എന്തിന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പലയിടങ്ങളിൽ നടക്കുന്നത്. ഇതൊക്കെ പലയിടങ്ങളിൽ ക്രിസ്മസിന് പുൽക്കൂട് തല്ലിപ്പൊളിച്ച സംഭവങ്ങൾ ഉണ്ടായി. എന്നിട്ട് എന്താണ് ചെയ്തത്? ഇതൊന്നും ആരും മറച്ചു വെക്കേണ്ട യാഥാർത്ഥ്യങ്ങളല്ല. ഇതൊക്കെ സമൂഹത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർക്കപ്പോൾ ഭൂരിപക്ഷം ലഭിക്കുകയോ അല്ലെങ്കിൽ ഇവർ സംസ്ഥാനത്ത് നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറുകയോ ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിവോടുകൂടി വിവേചന ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അയ്യപ്പനെ വിറ്റ് വോട്ടാക്കുക. ഇക്കുറി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ അയ്യപ്പനെ വിപണിയിലിറക്കി, അയ്യപ്പസ്വാമിയെ വിപണിയിലിറക്കി. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് അയ്യപ്പ ചിന്തകളും അതുപോലെ തന്നെ ശബരിമല ഈ മണ്ഡലകാലം എന്നൊക്കെ പറയുന്നത് വളരെ പുണ്യമായും, ഞങ്ങളൊക്കെ പല വീടുകളിലും ശബരിമല അയ്യപ്പക്കെട്ടിനും ഒക്കെ പോയി അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ച് വളർന്നു വന്ന ഒരു ബാല്യകാലമൊക്കെ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇക്കുറി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, അവിടെ ശബരിമലയിൽ പോയ ആളുകളുണ്ടെങ്കിൽ ചോദിച്ചു നോക്കണം, മലയാളികളുടെ എണ്ണം എത്ര? വരുന്ന ആളുകളൊക്കെ ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് ഈ തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ശബരിമല ക്ഷേത്രത്തിലേക്ക് ആളുകൾ വന്ന് ഭക്തന്മാർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളികൾ, നിങ്ങളുടെ ചുറ്റുപാടും നോക്കൂ. ഒരു 5 വർഷം മുമ്പ്, അതായത് ശബരിമലയുടെ വിവാദങ്ങളും ഒക്കെ വരുന്നതിന് തൊട്ടുമല്ല, 5 അല്ലെങ്കിൽ 10 വർഷം മുമ്പ് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് എത്ര ആളുകൾ ശബരിമലയിലേക്ക് കെട്ടുനിറച്ചു പോകുമായിരുന്നു? എത്ര ആളുകൾ വ്രതം നിൽക്കുമായിരുന്നു? ഇപ്പോ ഈ കുലസ്ത്രീകൾ എന്ന് പറയുന്നത് പോലെ കുലപുരുഷന്മാർ കുറെ പേരുണ്ടാകുമല്ലോ. BJPയുടെയും സംഘപരിവാറിന്റെയും ഒക്കെ അജണ്ട തലയിൽ ചുമക്കുന്ന ആളുകൾ. വിശ്വാസികൾ ശരിക്ക് ശബരിമലയിലേക്ക് പോകും. അല്ലാതെ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഘപരിവാർ അജണ്ട തലയിൽ ചുമക്കുന്ന കുറെ ആളുകൾ ഒരു പക്ഷേ എങ്കിൽ ശബരിമല സന്നിധാനത്ത് പോയിട്ടുണ്ടാകാം. ബാക്കി മലയാളികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. അപ്പോ മലയാളികളുടെ എണ്ണം ഗണ്യമായി ശബരിമലയിൽ കുറയാൻ കാരണം തന്നെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് അയ്യപ്പസ്വാമികളുടെ പേരിൽ നടക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ അയ്യപ്പസ്വാമിയെ വിറ്റ് വോട്ട് നേടാൻ ശ്രമിക്കുന്ന ഇവരെ തിരുത്താനോ അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് കൊടുക്കരുതെന്ന് ശരി ഇതാണെന്നോ സ്ഥാപിക്കാനുള്ള ഒരു ശക്തി ഇടതുമുന്നണിക്കോ വലതുമുന്നണിക്കോ ഇല്ല. വലതുമുന്നണി ഇവരുടെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ B ടീമായി ഇതേ വർഗീയത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ വർഗീയത തന്നെയാണ് അവരും പറയുന്നത്. KC വേണുഗോപാലാകട്ടെ, VD സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, ഇതേ വർഗീയതയുടെ മറ്റൊരു പതിപ്പ് അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
ഈ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ തികച്ചും വിവേചന ബുദ്ധിയോടുകൂടി ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും അത് സമൂഹത്തിന് ആപത്താണ്. ശബരിമല അയ്യപ്പസ്വാമിയെ ഈ വോട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ട് അത് പുരാതനമായ ചരിത്രമുള്ള കേരളത്തിന്റെ പാരമ്പര്യമുള്ള വലിയ മഹാക്ഷേത്രമാണെന്നും അവിടെയുള്ള അയ്യപ്പസ്വാമിയുടെ ചൈതന്യം കേരളത്തിന് ഒന്നാകെ വേണ്ടതാണെന്നുമുള്ള തിരിച്ചറിവ് ഈ കുബുദ്ധികൾക്ക് തോന്നണമെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ കൃത്യ വിവേചന ബുദ്ധിയോടുകൂടി പെരുമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നേ പറയേണ്ടതുള്ളൂ.